ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആഗമനകാലം 2-ാം വാരം ബുധൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെ വാക്യങ്ങൾ. നമുക്കൊക്കെ ഏറെ സുപരിചിതമായിട്ടുള്ള വലിയ ആശ്വാസം പകരുന്ന വാക്കുകളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ഒരു സുവിശേഷത്തെക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ നൽകുന്ന മനോഹരമായ ഒരു വിചിന്തനമുണ്ട്. തൊട്ടടുത്ത വാക്കുകളിൽ ഈശോ പറയുക, ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. സർവശക്തനായ ദൈവം തന്നിൽ നിന്ന് നമ്മളോട് പഠിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, താൻ ചെയ്ത മഹത്തായ സൃഷ്ടികർമ്മങ്ങളോ താൻ ചെയ്ത അത്ഭുത കൃത്യങ്ങളോ രോഗശാന്തിയോ മൃതരെ ഉയർപ്പിച്ചതോ ഒന്നുമല്ല ഈശോയിൽ നിന്നും പഠിക്കുവാനായിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. തൻ്റെ എളിമയും ശാന്തതയും ഈശോയിൽ നിന്ന് പഠിക്കുവാനായിട്ടാണ്. ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു. അവൻ എളിമയിൽ ഈ ലോകത്തിൽ ജീവിച്ചു. മനുഷ്യരായ നമ്മളോടും ഈശോ ആവശ്യപ്പെടുക ഈ എളിമ, ഈശോയുടെ ശാന്തത ഈശോയിൽ നിന്നും പഠിക്കുവാനായിട്ടാണ്. വിശുദ്ധ അഗസ്റ്റിൻ നല്ലൊരു ഉപമയും ഇതിന് നൽകുന്നുണ്ട്. നമ്മൾ അമ്പരചുംബികളായ ധാരാളം കെട്ടിടങ്ങളും കോട്ടകളുമൊക്കെ കാണുമ്പോൾ അത്ഭുതം കൂറാറുണ്ട്. എന്നാൽ വിശുദ്ധ അഗസ്റ്റിൻ പറയുക, ഈ മഹത്തായ നിർമ്മിതികൾ പണിയുന്നതിന് മുമ്പായിട്ട് ആഴത്തിൽ, എത്ര ഉയരത്തിൽ ഇവ പണിയുന്നുവോ അതിലും ആഴത്തിൽ കുഴി കുഴിച്ചുകൊണ്ട് അവയ്ക്ക് നല്ല അടിസ്ഥാനമിട്ടാൽ മാത്രമേ ഇത്രയും മഹത്തായ നിർമ്മിതികൾ നമുക്ക് പണിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവയ്ക്ക് ബലം നൽകുന്നത് അവിടെ അടിത്തറകളാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യനും എളിമയിലാണ് വളരേണ്ടത്. എളിമയാണ് ഓരോ മനുഷ്യർക്കും അവരുടെ മഹത്വം നൽകുന്നത്. അവരുടെ ശാന്തതയാണ് അവർക്ക് മഹത്വം നൽകുന്നത്. അതുപോലെ ഈശോയിൽ നിന്നും ഈശോയുടെ ശാന്തത പഠിക്കുവാനായിട്ട് ഈ ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാറാകുമ്പോൾ ദൈവം നൽകുന്ന ഈ മഹത്തായ മാതൃക, ശാന്തതയുടെയും എളിമയുടെയും മാതൃക ഈശോയിൽ നിന്ന് പഠിക്കുവാനായിട്ട്, അഹങ്കാരത്തിൻ്റെ നിമിഷങ്ങൾ നമ്മിൽ നിന്നും അകറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം തമ്പുരാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.